ലാലേട്ടന്റെ 3D ഡ്രാമ കണ്ടു, ബറോസ് കണ്ടിറങ്ങി വരുന്ന വഴിയാട്ടോ. 2.5 മണിക്കൂർ ഒരു ജംഗിൾ അവരാന്നും കണ്ടിറങ്ങിയിട്ടുണ്ട്. സിനിമയിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ലാലേട്ടന്റെ ബറോസും പിന്നെ ഇസബെല്ല എന്ന കുട്ടിയും വുഡു എന്ന ക്യാരക്ടറാണ്. ഈ 3 ക്യാരക്ടേഴ്സ് ആയിട്ട് നമുക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് തോന്നില്ല. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ നെഗറ്റീവ്. ബറോസിൽ ഒരു പോസിറ്റീവ് ആയിട്ട് തോന്നിയത് 3D എഫക്ട്സ് ആണ്. 3D ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത കാരണം തന്നെ നല്ല രീതിയിൽ എഫക്ട്സ് കിട്ടുന്നുണ്ട്. മെയിൻ ആയിട്ട് കുട്ടികൾ ഉദ്ദേശിച്ചാണ് ഈ സിനിമ ഇറക്കിയതെങ്കിലും ഇപ്പോഴത്തെ കുട്ടികൾ ഈ സിനിമ അക്സെപ്റ്റ് ചെയ്യുന്ന ഡൗട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ മോർ ഓഫ് എ ഡ്രാമ കൈൻഡ് മൂവിയാണ്. ഈ സിനിമയിലെ BGM ആണെങ്കിലും സോങ്ങുകളാണെങ്കിലും എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കുട്ടികളൊക്കെ ഉദ്ദേശിച്ച് വരുമ്പോഴേ കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ വേണമല്ലോ. ഇതിലാണെങ്കിൽ ഒട്ടും കോമഡി ഇല്ല. ഫസ്റ്റ് ഹാഫ് ജസ്റ്റ് ആവറേജ് ആയിരുന്നു. ഒരു സെക്കൻഡ് ഹാഫ് കുറച്ച് നന്നാവുന്നൊക്കെ പ്രതീക്ഷിച്ചു കേട്ടോ. അതും പോരാ. പിന്നെ ക്ലൈമാക്സിന്റെ കാര്യം പറയുകയാണെങ്കിലോ അത് തീരെ പോരാ. ലാലേട്ടൻ ഫാൻസ് പേടിക്കണ്ട, എന്തായാലും ഈ പടം പോയി നമുക്ക് അടുത്ത വർഷം തുടരും. എമ്പുരാൻ പിന്നെ ജിത്തുമാധവന്റെ പടക്കില്ലേ, അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യട്ടാ. ഇതിലാണെങ്കിൽ ആന്റണി പെരുമാനെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറെ സീനുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഒരു ക്യാമിയോ വരുന്നുണ്ട്, അതും ഗുദാഹവ. പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാട്ടാ. ഇനി കുട്ടികൾ കൊണ്ട് വരികയാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ സിനിമ